നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘം അന്വേഷിക്കും. സ്ഫോടനത്തിന് 70 കിലോ വരെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചിരിക്കാമെന്ന് NIA. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ 10 ദിവസത്തിലധികം അൽ ഫലാഹ് സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് കണ്ടെത്തൽ. 360 കിലോ അമോണിയം നൈട്രേറ്റ് പിടിച്ച ലോഡ്ജിൽ പരിശോധന. ഡൽഹി സ്ഫോടനത്തിൽ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു മോദി. ഡൽഹി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അതീവ ജാഗ്രത. PM ശ്രീ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചെന്ന കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ കത്ത്. നീക്കം CPM മന്ത്രിമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ. കുടിശ്ശിക തുക വാങ്ങിയെടുക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. LDF രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് ബിനോയ് വിശ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. ബാസു സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാർ പ്രസിഡന്റായ ബോർഡിന്റെ അറിവോടെ. സാവകാശം തേടിയ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാൻ SIT. ശബരിമല കേസുകളിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തേക്കും. നടപടി ഹൈക്കോടതി നിർദ്ദേശാനുസരണം. കേരള സർവകലാശാല ജാതി അധിക്ഷേപ പരാതിയിൽ സെനറ്റ് യോഗത്തിൽ പ്രതിഷേധവുമായി ഇടതംഗങ്ങൾ. SFI പ്രവർത്തകരുടെ മാർച്ചിൽ സംഘർഷം. ഡീൻ CN വിജയകുമാരി പിന്തുണച്ച BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രസ്താവന വിവാദത്തിൽ. കോഹ്ലിക്കും രോഹിത്തിനും മുന്നറിയിപ്പുമായി BCCI. ദേശീയ ടീമിലേക്ക് പരിഗണിക്കണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിർദ്ദേശം. തയ്യാറെന്ന രോഹിത്, മിണ്ടാതെ കോഹ്ലി. ഡൽഹി സ്ഫോടനത്തിൽ 60 മുതൽ 70 കിലോ വരെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചിരിക്കാമെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ 10 ദിവസത്തിലധികം അൽ ഫലാഹ് സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്നു എന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഡോക്ടർ ഉമർ നബി 3 ദിവസമായി ചെങ്കോട്ട പരിസരത്തുണ്ടായിരുന്നു. സർവകലാശാലയ്ക്ക് സംഭവത്തിൽ പങ്കില്ല എന്ന വിശദീകരണവുമായി വൈസ് ചാൻസലർ ഭൂപീന്ദർ കൗർ ആനന്ദ് രംഗത്തെത്തി. അതിനിടെ സംഭവത്തിൽ കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഫോടനം നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്ന് കിട്ടിയ തെളിവുകൾ ക്രോഡീകരിച്ചതോടെയാണ് അമോണിയം നൈട്രേറ്റ് തന്നെയാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഫരീദാബാദിൽ പിടിയിലായ ഡോക്ടർമാരുമായി സ്ഫോടക വസ്തുക്കൾക്ക് ബന്ധമുണ്ടെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. 70 കിലോ വരെ രാസവസ്തുക്കൾ സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഉമർ നബി ചെങ്കോട്ടയുടെ പരിസരത്ത് തന്നെയുണ്ടായിരുന്നു. സുരക്ഷയും സ്ഥലത്തെ സാഹചര്യവുമെല്ലാം മനസ്സിലാക്കിയ ശേഷം വലിയ ആക്രമണത്തിനായിരുന്നു പദ്ധതി. എന്നാൽ ഇതിനിടയിൽ ജമ്മു കശ്മീർ പോലീസ് നടത്തിയ നിർണായക നീക്കമാണ് പദ്ധതികൾ പൊളിച്ചത്. അന്വേഷണ സംഘം കൂട്ടാളികളിലേക്ക് എത്തിയതോടെ ആസൂത്രണം പാതിവഴിയിൽ ഉപേക്ഷിച്ച് വേഗത്തിൽ സ്ഫോടനം നടത്തി. സ്ഫോടനത്തിനായി വാങ്ങിയ കാർ 10-ലധികം ദിവസം അൽ ഫലാഹ് സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഒക്ടോബർ 29-ന് താരിഖിൽ നിന്ന് വാങ്ങിയ കാർ ഉമർ ക്യാമ്പസിനകത്ത് കൊണ്ടുവന്ന് സൂക്ഷിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുമായി ബന്ധമുള്ള നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവവുമായി സർവകലാശാലയ്ക്ക് ബന്ധമില്ലെന്ന വിശദീകരണവുമായി വൈസ് ചാൻസലർ ഭൂപീന്ദർ കൗർ ആനന്ദ് രംഗത്തെത്തി. സർവകലാശാലയിലെ 2 ഡോക്ടർമാരെയാണ് അന്വേഷണ സംഘം പിടികൂടിയിട്ടുള്ളത്. എന്നാൽ സർവകലാശാലയ്ക്ക് ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ല. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമെന്നും VC പറയുന്നു. അതിനിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഫത്തേപൂരിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ പതിയെ കാർ നീങ്ങുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. സംഭവത്തിന്റെ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. റെഡ്ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപമുള്ള തിരക്കേറിയ റോഡിലൂടെ വാഹനങ്ങൾ പതിയെ നീങ്ങുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറിയുണ്ടാകുന്നതും തീഗോളം ഉയരുന്നതും വീഡിയോയിലുണ്ട്. രാജ്യതലസ്ഥാനത്തേക്കുള്ള വഴികളിൽ പരിശോധനയും സുരക്ഷയും ശക്തമാക്കി. ഉമർ നബി ഒരു വാഹനം കൂടി വാങ്ങിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ടു പോവുകയാണ്. ചുവന്ന ഇക്കോസ്പോർട്ട് വാഹനം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. അതിർത്തികളിൽ ബാരിക്കേഡ് വെച്ച് വാഹനങ്ങൾ പരിശോധിച്ചാണ് രാജ്യതലസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത്. ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്ന് KK പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണത്തിനൊപ്പം കൃത്യമായ ജാഗ്രതയും രാജ്യതലസ്ഥാനത്തും സമീപ സംസ്ഥാനങ്ങളിലും തുടരുക തന്നെയാണ്. ഹരിയാന, ഉത്തർപ്രദേശ് അടക്കം ഡൽഹിയിലേക്ക് എത്താൻ കഴിയുന്ന വഴികളിലൊക്കെ തന്നെ കനത്ത സുരക്ഷയും ഒപ്പം തന്നെ പരിശോധനയും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഹരിയാനയിൽ അടക്കം തന്നെ ഇപ്പോൾ നടക്കുന്ന പരിശോധന നമുക്ക് ദൃശ്യമാകുന്നു. വലിയ തരത്തിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് കടന്ന് രാജ്യതലസ്ഥാനത്തേക്ക് വരുന്ന ഓരോ വാഹനവും കൃത്യമായി പരിശോധിച്ചാണ് ഇപ്പോൾ അകത്ത് കടത്തിവിടുന്നുള്ളൂ. എല്ലാ വാഹനവും പ്രത്യേകിച്ച് കാറുകളുടെ ഡിക്കികളും മറ്റുമാണ് പ്രധാനമായും അതിൻ്റെ ഉൾവശമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് ഫരീദാബാദ് പോലീസിൻ്റെ ഒപ്പം തന്നെ ഹരിയാന പോലീസിൻ്റെ പ്രത്യേക സംഘങ്ങളെല്ലാം തന്നെ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നേരത്തെ പിടിച്ചതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഫോടന വസ്തുക്കൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന സംബന്ധിച്ച അന്വേഷണമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാറിൻ്റെ ഉൾവശം അടക്കം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ്, ബാഗുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തുറന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് മുഴുവൻ ആളുകളെയും ഈ ഡൽഹിയുടെ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പരിശോധന ഈ ഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫരീദാബാദിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് ഇത്രയും അധികം സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുത്തത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. മാത്രമല്ല ഈ ഡോക്ടർ ഉമർ നബി ഇത്തരത്തിൽ ഒരു കാർ കൂടി എടുത്തിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാറുകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകളും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ചുവന്ന എക്കോ സ്പോട്ട് വാഹനം കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. ആ വാഹനം എവിടെയാണ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 2017 ITO ഭാഗത്താണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നത്. അതിനുശേഷം ഈ വാഹനം ഇതുവരെ എവിടെയായിരുന്നു, അങ്ങനെ അതിനുശേഷം ഏത് ഘട്ടത്തിലാണ് രണ്ടാമത്തെ വാഹനത്തിലേക്ക് എത്തിയത്, രണ്ട് വാഹനവും ഒന്നിച്ചായിരുന്നു വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളോ മറ്റു വസ്തുക്കളോ എവിടെയെങ്കിലും മാറ്റി സൂക്ഷിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ ഹരിയാനയിലെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആണോ എന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു പരിശോധന ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ഈ അതിർത്തി പ്രദേശങ്ങളിൽ അതീവ സുരക്ഷയും ജാഗ്രതയുമാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹരിയാനയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്. ഹരിയാനയിലെ ഫത്തേപൂർ ഗ്രാമം കൃഷി കൊണ്ടാണ് പ്രസിദ്ധി നേടിയത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഡോക്ടർ മുസമ്മിൽ താമസിക്കുകയും സ്ഫോടന വസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്തത് ഈ ഗ്രാമത്തിലെ വീട്ടിലാണ്. ഫത്തേപൂർ താഗയിൽ നിന്ന് KK പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ആ സ്ഫോടനത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ആ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് ഈ മുറിയാണ്. ഈ മുറി എന്ന് പറയുന്നത് ഫത്തേപൂർ ഗ്രാമത്തിൽ ഡോക്ടർ മുസമ്മിൽ താമസിച്ച ആ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു മുറിയാണ്. ഈ മുറിക്കുള്ളിൽ ഒരുപക്ഷെ നമുക്കിത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും മോശമായ സാധനങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന മുറിയായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെയാണ് 2900 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഒരു ജനൽ മാത്രം ആ വാതിൽ പുറത്തുനിന്ന് തന്നെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആരും ചിലപ്പോൾ എത്തി നോക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ നിന്നാണ് ഈ സ്ഫോടന വസ്തുക്കൾ ഈ മുറിക്കുള്ളിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിന് തൊട്ടടുത്ത മുറിയിലാണ് ഡോക്ടർ മുസമ്മിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അന്വേഷണ സംഘം പറയുന്നതും അത് തന്നെയാണ്. ഈ കാണുന്ന മുറിയിൽ ഒരാൾ കിടക്കാനുള്ള സംവിധാനങ്ങൾ, കട്ടിലടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഇതിന് തൊട്ടടുത്ത് ചൂട് കിട്ടുന്ന അതിന് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ ഒരു ഹീറ്റർ സംവിധാനം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റ് സംവിധാനങ്ങൾ വളരെ വലിയ തരത്തിലുള്ള കൂടുതൽ ഫർണിച്ചറോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ മുറിയിലോ ഈ വീട്ടിലോ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം ഇതിന് നേരെ അകത്തേക്ക് കയറിയാൽ കാണുന്ന ഈ മുറിയിൽ ഒരു കട്ടിലുണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുകയും മറ്റ് തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോയിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിവിടെയും ഒന്നെങ്കിൽ ഇത് ചൂട് കൊള്ളുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. തൊട്ടടുത്ത് മറ്റൊരു മുറി കൂടിയുണ്ട്. ആ മുറിയിൽ ഒരു വലിയ വീപ്പയുണ്ട്. ആ വീപ്പയിൽ ധാന്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു വസ്തുക്കളൊന്നും തന്നെ ഈ വീടിനുള്ളിൽ ഇല്ല. പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംവിധാനങ്ങളോ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ചിത്രങ്ങൾ ഒട്ടിച്ചിരുന്ന ഭാഗവും ഒപ്പം തന്നെ അത് പൊളിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടാവുന്ന വിവരങ്ങളും സംവിധാനങ്ങളും എല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഒപ്പം തന്നെ ഹരിയാന പോലീസിന്റെ പ്രത്യേക സംഘം, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ഡൽഹി ATS അടക്കമുള്ളവരൊക്കെ തന്നെ എടുത്തിട്ടുണ്ടാകാം. ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം
ഈ 2 മുറികൾക്കും ചെറിയ 2 വാതിലുകൾ, ജനൽ പോലത്തെ സംവിധാനം മാത്രമാണ്. അത് വായു സഞ്ചാരത്തിന് വേണ്ടി മാത്രമാണ്. ഇതിന് പുറകുവശത്ത് പൂർണ്ണമായും അടച്ച ഒരു സ്ഥലമാണ്. ഈ മുൻവശത്തുള്ള ജനലുകൾക്കപ്പുറത്തേക്ക് മറ്റ് വഴികളില്ല. ഇതിനകത്തേക്ക് വേറെ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ കാണുന്ന ഈ പടികൾ കയറി മുകളിലേക്ക് പോകണം. പടികൾ കയറി മുകളിലേക്ക് പോയാൽ ഈ ഗ്രാമപ്രദേശം കാണാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇങ്ങനെ ഇതിന് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഒന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫത്തേപൂർ ഗ്രാമത്തിന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ കാണാം. ഇത്രയും മോശം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊരു ചെറിയ കെട്ടിടം ആണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പക്ഷേ ബാത്റൂം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ആവശ്യത്തിന് ഇതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടില്ല. പുറത്തുനിന്ന് എത്തിയ ഏതൊരാൾക്കും ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ സംസാരിച്ച് ആവശ്യമായ ആസൂത്രണങ്ങൾ നടത്തി ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പോകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു മുറിയാണ്. അതിനുള്ള സംവിധാനങ്ങൾ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷേ ഈ മുസഫിൽ മാത്രമായിരിക്കില്ല, ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരടക്കം തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെ എല്ലാവരും വരുന്ന മുഴുവൻ ആളുകളെയും ശ്രദ്ധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വഴിയോ അത്തരം ഒരു ഗ്രാമപ്രദേശവും അല്ല ഇത്. പലരും കൃഷിയും മറ്റ് ഉപജീവന മാർഗവുമായി നിൽക്കുന്ന ആളുകളാണ്. പലപ്പോഴും പുറത്ത് ആളുകൾ കാണാറില്ല എന്ന് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഒരുപക്ഷെ കൃഷിയുടെ ഒരു രീതിയിൽ നിന്നിരുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഈ ഭീകരവാദത്തിന്റെ വിത്തുകൾ മുളയ്ക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം ഈ മുസഫലിന്റെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ ഏജൻസികൾ നടത്തിയ കൃത്യമായ ഇടപെടലാണ് ഈ വീട്ടിൽ നിന്ന് 2900 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ കണ്ടെടുക്കാൻ സഹായിച്ചത്. ഫത്തേപൂരിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം കെ പ്രസാദ്, അമൃത ന്യൂസ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് മോദി ലോക് നായക് ആശുപത്രിയിലെത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആശുപത്രിക്ക് പുറത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ഈ ആക്രമണത്തിന് പിന്നിലെ നിഗൂഢ ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മോദി എക്സിൽ കുറിച്ചു. ഡൽഹി സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിമർശിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും മൂക്കിന് താഴെയാണ് സ്ഫോടനം നടന്നതെന്നും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ അന്ന് ബോംബെ കലാപം നടന്നപ്പോൾ അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ നടത്തിയ പ്രസ്താവനകളെല്ലാം രാജ്യത്തിന് മുന്നിലുണ്ട്. സെക്യൂരിറ്റി ഫെയിലറാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ ഗൗരവമല്ലേ ഇത്? ദേശീയ തലസ്ഥാനത്ത് നരേന്ദ്രമോദിജിയുടെയും അമിത്ഷായുടെയും ഒക്കെ തന്നെ മൂക്കിന് താഴെയാണ് ഈ വലിയ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. സീരിയസ് സെക്യൂരിറ്റി ഫെയിലറാണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അമിത്ഷാ രാജിവെക്കണമെന്നൊരു ആവശ്യമാണോ? അല്ല, ധാർമ്മികത ഉണ്ടെങ്കിൽ ആദ്യം രാജിവെക്കണം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കാണിച്ച സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചു. തുടർ നടപടികൾ നിർത്തിവെക്കണം എന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്തയക്കാൻ താമസിക്കുന്നതിൽ CPI അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. രാവിലെ മന്ത്രിമാരായ K രാജനും P പ്രസാദും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 29-ാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗം കത്തയക്കാൻ തീരുമാനിച്ചെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് വൈകിപ്പിക്കുകയായിരുന്നു. PM ശ്രീയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് രേഖാമൂലം കത്തയച്ചുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അനുസരിച്ചാണ് കത്തയച്ചത്. ബാക്കി കാര്യങ്ങൾ ഉപസമിതി കൂടി തീരുമാനിക്കും. കുടിശ്ശികയുള്ള തുക പരമാവധി വാങ്ങിയെടുക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. PM ശ്രീയുടെ വിഷയം ക്യാബിനറ്റ് ചർച്ച ചെയ്തതിന് ശേഷം ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ. വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായിക്കൊള്ള ഒരു സബ് കമ്മിറ്റി. ആ കാര്യം പത്രസമ്മേളനം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അവസരത്തിൽ പറഞ്ഞിരുന്നല്ലോ. ഇതിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഉപസമിതി കൂടി ആലോചിക്കും. പരമാവധി ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPM-നും CPI-ക്കും ഇതല്ലാതെ മറ്റൊരു വഴിക്ക് പോകാൻ കഴിയില്ല. വിദ്യാഭ്യാസ രംഗത്ത് RSSന്റെ നുഴഞ്ഞുകയറ്റത്തിനെതിരായ വിജയമാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് ഉറപ്പിച്ചു പറയട്ടെ, വീണ്ടും LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. PMC പോലെ ഒന്നിൽ LDF-ന് ഈ തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റൂ. PMC പോലെ ഒന്നിൽ CPI-ക്കും CPM-നും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEP-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുന്ന തീരുമാനമല്ലാതെ
മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വിജയം ഇന്ത്യയിലെമ്പാടും RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവണതയ്ക്കെതിരായിട്ടുള്ള വിജയമാണ്. ഈ വിജയം RSSന്റെ അജണ്ടയ്ക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിന് വേണ്ടിയുള്ള LDF സംഭാവനയാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളെ പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിലുള്ള CPI CPM തീരുമാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 70 സ്ഥാനാർത്ഥികളെയാണെന്ന് പ്രഖ്യാപിച്ചത്. വനിതകൾക്ക് പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് LDFന്റേത്. മേയർ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്നും നേതാക്കൾ അറിയിച്ചു. നഗരസഭയിൽ ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചാണ് LDF തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. ആകെ 76 ഡിവിഷനുകളുള്ള നഗരസഭയിൽ 70 ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടന്നത്. 6 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക. 40 വനിതകളാണ് ഇക്കുറി LDFനായി മത്സര രംഗത്തുള്ളത്. ഈ പാനലിൽ ജയിച്ചു വരുന്ന ആർക്കും മേയറാകാൻ, വനിതകളായി ജയിക്കുന്ന ആർക്കും ഇപ്പോൾ മേയറാകാൻ യോഗ്യരായ ആളുകളാണ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്, ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയാകട്ടെ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. നിലവിലെ മേയർ M. അനിൽകുമാർ മത്സരിക്കുന്നില്ല. കഴിഞ്ഞ കൗൺസിലിലുള്ള 9 കൗൺസിലർമാരും മുൻ കൗൺസിലർമാരായ 16 പേരും മത്സരിക്കും. CPIക്ക് 8ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 3ഉം ജനതാദൾ S, NCP എന്നിവർക്ക് 2 വീതവും കോൺഗ്രസ് Sനും INLന് 1 വീതവുമാണ് സീറ്റുകൾ വിഭജിച്ച് നൽകിയത്. ഞങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അതിന്റെ വിജയത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പാർട്ടിയും പ്രവർത്തകരും ഒരേപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് കഴിഞ്ഞ 5 വർഷം ശ്രമിച്ചതെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ ഒരു അഴിമതിയും ഉന്നയിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ LDF ഭരണസമിതിക്ക് കഴിഞ്ഞു. വീണ്ടും അവസരം ലഭിച്ചാൽ രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാക്കി കൊച്ചിയെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ഇത്തവണ സീറ്റില്ല. ദിവ്യ പ്രതിനിധീകരിച്ചിരുന്ന കല്യാശ്ശേരി ഡിവിഷനിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം VV പവിത്രനാണ് സ്ഥാനാർത്ഥി. SFI മുൻ സംസ്ഥാന പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ K. അനുശ്രീ പിണറായി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളാണ്. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ മൊകവൂർ ഡിവിഷൻ വീണ്ടും NCPക്ക് നൽകിയതിനെ ചൊല്ലി CPMൽ പൊട്ടിത്തെറി. വിമത നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് എരഞ്ഞിക്കൽ ലോക്കൽ കമ്മിറ്റി. ജില്ലാ കമ്മിറ്റിയുടെ മാധ്യസ്ഥ ശ്രമവും പരാജയപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 5ാം ഡിവിഷനിലെ മൊകവൂർ സീറ്റ് 3ാം തവണയും NCPക്ക് നൽകിയതോടെയാണ് CPMൽ കലാപക്കൊടി ഉയർന്നത്. CPMന് ശക്തമായ സ്വാധീനമുള്ള മൊകവൂരിൽ ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടിലാണ് പ്രാദേശിക നേതൃത്വം. സീറ്റ് വിഭജനം പൂർത്തിയാക്കി LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് CPMൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായുള്ള മധ്യസ്ഥ ശ്രമവും പരാജയപ്പെട്ടതോടെ എരഞ്ഞിക്കൽ ലോക്കൽ കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി നിർത്താനാണ് ആലോചന. എരഞ്ഞിക്കൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ 17 പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. ഇതിൽ 15 പാർട്ടി ബ്രാഞ്ചുകളും മൊകവൂർ ഡിവിഷനിലാണ്. മൊകവൂർ ഇത്തവണയും NCPക്ക് നൽകരുതെന്ന് 15 പാർട്ടി ബ്രാഞ്ചുകളും ഐക്യകണ്ഠേന മേൽക്കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം NCPയിലെ SM തുഷാരയാണ് 2ാം തവണയും മൊകവൂരിൽ സ്ഥാനാർത്ഥിയാവുക. മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് SM തുഷാര പറഞ്ഞു. NCP എന്നുള്ള നിലയിലും NCPക്കാരുടെ സഹകരണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ CPMൻ്റെ സഹകരണവും. ഞങ്ങൾ ഇതുവരെ വാർഡിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഒത്തൊരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി മുന്നോട്ടും ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രവർത്തനം ഉണ്ടാവുക. തുഷാരയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ NCPയിലും അതൃപ്തി പുകയുന്നുണ്ട്. NCP വിമതനായി റോഷനെ രംഗത്തിറക്കാനും നീക്കമുണ്ട്. മൊകവൂരിലെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗം V. വസീഫിനെയാണ് CPM ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മൊകവൂരിൽ വസീഫ് പങ്കെടുത്ത യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ഇറങ്ങിപ്പോയിരുന്നു. എലത്തൂർ മണ്ഡലത്തിലെ മൊകവൂർ ഡിവിഷൻ 15 വർഷം മുമ്പാണ് കോർപ്പറേഷനോട് കൂട്ടിച്ചേർത്തത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നല്ല വിജയം നേടുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ.
സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായി മുന്നണി സംവിധാനത്തിന്റെ ഭാഗമല്ല. കോട്ടക്കൽ നഗരസഭയിലെ വിഷയം ചർച്ച ചെയ്യുമെന്നും പ്രാദേശിക തലത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അത് പരിഹരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കാരണം ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. UDF നല്ല ആത്മവിശ്വാസം ഉണ്ടാകാറുണ്ട്. അവർ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് മുന്നണിയുടെ ഭാഗമല്ല ജമാഅത്ത് ഇസ്ലാമി, ഈ വെൽഫെയർ പാർട്ടി. കോട്ടക്കൽ അങ്ങനെ സംഭവിച്ചില്ല. അതിങ്ങനെ ആരോ എന്തോ ഉത്സാഹം കൊടുത്തു എന്നുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയ തീരുമാനത്തിലെത്തും. രണ്ട് പാർട്ടികൾ, രണ്ട് മുന്നണിയൊക്കെ ആവും. സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയാൽ പിന്നെ ഒറ്റക്കെട്ടായിട്ട് പോകും. SIR-ലെ ഊടുവഴികൾ പൗരത്വ നിഷേധത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ആശങ്കയുണ്ട് എന്നും ഈ കാര്യത്തിൽ ബോധവൽക്കരണം ആവശ്യമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വളരെ കരുതലോടെയാണ് ഇപ്പോൾ രാജ്യത്ത് ജീവിക്കേണ്ടത്. ചതിക്കുഴികളെ അതിജീവിക്കണമെങ്കിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ SIR, ഇവിടെ അവതരിപ്പിക്കപ്പെട്ട SIR-ന്റെ ചില ഊടുവഴികൾ അത് പൗരത്വ നിഷേധത്തിലേക്ക് കൊണ്ടുപോയേക്കുമോ എന്നുള്ള ആദ്യം വേവലാതി നമ്മെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ബോധവൽക്കരണം ആവശ്യമാണ്. അതിൻ്റെ എല്ലാ രേഖകളും സമയാസമയങ്ങളിൽ അതൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടും രേഖകൾ ചേർത്ത് പിടിച്ചുകൊണ്ടും തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അതൊന്നും മഴയെ ബാധിക്കുന്ന കാര്യമല്ല, ദീനിനെ ബാധിക്കുന്ന കാര്യമല്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന വ്യവസായി മുഹമ്മദ് ഷർഷാദ്. നിയമവിരുദ്ധമായി തന്നെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ FIR-നും ഇതേ FIR ഇടുകയാണെന്നും ഇതിൽ നിന്ന് മോചനമില്ല എന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതിങ്ങനെ FIR-ന്റെ മേലെ FIR ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇനി ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുമെന്ന് തോന്നില്ല. പനമ്പള്ളി നഗറിലുള്ള ഒരു ഓഫീസിൽ വെച്ചിട്ട് ഗൂഢാലോചന നടന്നിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ സാധനങ്ങൾ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാജേഷ് കൃഷ്ണ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മകനും കൂടെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. സ്വർണം ചെമ്പാക്കിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന N. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കൂട്ടുത്തരവാദിത്തം എന്ന റിപ്പോർട്ടിൽ പരാമർശം. ചോദ്യം ചെയ്യാനായി രണ്ടാമതും SIT നൽകിയ നോട്ടീസിൽ സാവകാശം തേടി പത്മകുമാർ. അതേസമയം പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് N. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ് N. വാസു സ്വർണം ചെമ്പാക്കി മാറ്റിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2019 മാർച്ചിൽ നടന്ന ഗൂഢാലോചനയിൽ N. വാസു കച്ചവടക്കാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണം പൂശിയതാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പുപാളികളെന്ന് ബോധപൂർവം ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു എഴുതി നൽകുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്യണമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിലിലൂടെ വാസുവിനോട് ചോദിച്ചിരുന്നെങ്കിലും അതിന് മറുപടി നൽകിയില്ല. സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വയ്ക്കാൻ N. വാസു പിന്തുണ നൽകിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ആ കാലയളവിലെ ദേവസ്വം ഭരണസമിതിക്കും ഇക്കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതിലൂടെ A. പത്മകുമാറിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. ചോദ്യം ചെയ്യാനായി രണ്ടാമതും SIT നോട്ടീസ് അയച്ചെങ്കിലും അസൗകര്യം കാരണം പത്മകുമാർ സാവകാശം തേടിയിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യൽ എത്രയും വേഗം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ഈ കേസിൽ SIT ചുമത്തിയിട്ടുണ്ട്. അതിനിടെ N. വാസുവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിൽ ദേശീയ നേതാക്കളടക്കം അണിനിരന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ധർണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആശാൻ സ്ക്വയറിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്,
DCC പ്രസിഡന്റ് N ശക്തൻ, കോൺഗ്രസ് നേതാവ് K മുരളീധരൻ എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ അണിനിരന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കുക, സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള എല്ലാ കുറ്റവാളികളെയും പിടികൂടുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് നേതൃത്വം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അമ്പലങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് വിശ്വാസികളെ ആയിരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയാണ് CPM നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പാർട്ടി പിടിച്ചെടുക്കുന്നു പറഞ്ഞ പോലെ അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് CPM-ൽ. അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിശ്വാസമുള്ളാത്തവരൊക്കെ പിടിച്ച് അമ്പലത്തിന്റെ ഉത്തരവാദിത്വം കൊടുക്കും. വിശ്വാസികളെ മാറ്റി അവിശ്വാസികളെ തലപ്പത്ത് വെക്കുകയല്ല. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കള്ളന്മാർക്ക് കഞ്ഞി വയ്ക്കുന്നവരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേവലം വാസുവല്ല, നിരവധി വാസുമാർ ഇനിയും ജയിലിൽ പോകേണ്ടവരുണ്ട് എന്ന് കേരളത്തിലെ വിശ്വാസ സമൂഹവും ഒന്നടക്കം ഇതിനോടകം തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറ്റവിചാരണ ചെയ്യും. സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് K ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഈ സ്വർണ്ണക്കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ്, മുഖമൊന്ന് വെളുപ്പിക്കാനാണ് ഇപ്പോൾ K ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവായ MM ഹസൻ അടക്കമുള്ളവർ പരിപാടിയുടെ ഭാഗമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി LDF-നെതിരെ സ്വർണ്ണക്കൊള്ള വിവാദം രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് സൗകര്യമൊരുക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ശുചിമുറികളുടെ എണ്ണം കൂട്ടാനും വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശം. എരുമേലിയിലും ശബരിമലയിലും രാസവസ്തുക്കൾ അടങ്ങിയ കുങ്കുമം വിൽക്കുന്നത് അനുവദിക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇവയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം തുടരുമെന്നും ഉത്തരവ് പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ല എന്നും ഹൈക്കോടതി അറിയിച്ചു. രാസവസ്തു അടങ്ങിയതല്ല എന്ന് തെളിയിച്ചാൽ കുങ്കുമം വിൽപ്പനയുടെ നിരോധനം പിൻവലിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കടലിൽ വെച്ച് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ആക്രമണം. കൊല്ലത്ത് നിന്ന് തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിന് പോയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കന്യാകുമാരി തീരത്തിന് സമീപത്തായിരുന്നു സംഭവം. ആക്രമണത്തിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കേരള തീരത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകൾ കടലിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനം അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം നടന്നത്. തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ബെഞ്ച് ബങ്കേരിയ എന്ന സ്ഥലത്ത് ആഴക്കടലിൽ വെച്ചായിരുന്നു ആക്രമണം. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 9 ബോട്ടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. മുട്ടം ഹാർബറിൽ നിന്നും എത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 40ഓളം മത്സ്യബന്ധന ബോട്ടുകളാണ് ശക്തികുളങ്ങരയിൽ നിന്നും പോയ ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. അവിടെ കയറി വന്ന ബാധ്യത ഈ ബോർഡ് പോലെ ഇളക്കി വിട്ടിട്ട് ഓടാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ നഷ്ടപ്പെടും, ഞങ്ങൾ ബോട്ട് ഇറക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബോട്ടിന്റെ അടുത്ത് വന്നപ്പോഴേ ഇരുമ്പ് കുണ്ടും ബുസ്സും എടുത്ത് എറിയുമായിരുന്നു. എറിഞ്ഞപ്പോ 2 സൈഡും കൂടെ 2 ബോട്ട് കൊണ്ട് അണച്ചിട്ട് ഞങ്ങളുടെ വേലി വയ്പ്പ് മൊത്തം പൊട്ടി. ഇതിനകത്ത് ഒരു 5-6 ആൾ 8 ചാടി ബോട്ടിനകത്ത് കയറി. ബോട്ടിനകത്ത് 5-6 ആൾ കയറിയിട്ട് ഒരുത്തൻ ക്ലാസ് പൊട്ടി കിടന്ന ചില്ലെടുത്താണ് കളത്ത് 2 കീറിയത്. 2 പയ്യന്മാരെടുത്ത് കീറിയത്. താളെ കിടന്ന ചില്ലെടുത്താണ് കീറിയത് 2 ആളും. ഭയങ്കരമായ പൈപ്പെല്ലാം അടിച്ച് വീലസ് എല്ലാം അടിച്ച് പൊട്ടിച്ച്. മത്സ്യബന്ധന വലയ്ക്ക് ഉപയോഗിക്കുന്ന ഇരുമ്പ് റോളറും റബ്ബർ ബുഷും കൊണ്ടാണ് ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഏകദേശം 1.5 മണിക്കൂറോളം ആക്രമണം നടത്തിയതായി ബോട്ടിലെ തൊഴിലാളികൾ പറഞ്ഞു. പരിക്കേറ്റ തൊഴിലാളികൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമൃത ന്യൂസ്, കൊല്ലം. കോട്ടയം കുമാരനെല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. രമ്യ മോഹനൻ എന്ന യുവതിയെയാണ് ഭർത്താവ് ജയൻ ക്രൂരമായി മർദ്ദിച്ചത്. 4 വർഷമായി മർദ്ദനം നേരിട്ട് വരുന്നതായി രമ്യ പറയുന്നു. മർദ്ദനം സഹിക്കവയ്യാതെ ശനിയാഴ്ച യുവതി പോലീസിൽ പരാതി നൽകി. തല ചുമരിൽ ഇടിപ്പിച്ചതായും കെട്ടിത്തൂക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും രമ്യ പരാതിയിൽ പറയുന്നു. CBSE സംസ്ഥാന കലോത്സവത്തിൽ കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ അരങ്ങുണർന്നു. മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളാണ് പ്രധാന വേദി. നവംബർ 15 വരെയാണ് കലാമേള
അരങ്ങേറുന്നത്. 35 വേദികളിലായി 140 ഇനങ്ങളിൽ 10,000-ത്തിലധികം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. ജോസ് കെ മാണി MP ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരയായിരുന്നു മുഖ്യാതിഥി. സംസ്ഥാന സ്കൂൾ കലോത്സവവും CBSE കലോത്സവവും ഒന്നിച്ച് നടത്തുന്നതിനെപ്പറ്റി സർക്കാരും മാനേജ്മെന്റുകളും ചിന്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരു സിലബസുകളിലെയും കലാപ്രതിഭകൾ ഒന്നിച്ച് മത്സരിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രതിഭകളെ തിരിച്ചറിയാൻ സാധിക്കുക എന്ന് ജോസ് കെ മാണി പറഞ്ഞു. മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിന് ധനം NBFC ഓഫ് ദി ഇയർ പുരസ്കാരം. കൊച്ചിയിൽ നടന്ന ധനം BFSI സബ്മിറ്റ് ആൻഡ് അവാർഡ്സ് 2025 വെച്ച് റിസർവ് ബാങ്ക് മുൻ ഡെപ്യൂട്ടി ഗവർണർ M രാജേശ്വർ റാവു പുരസ്കാരം സമ്മാനിച്ചു. ഇന്ത്യയിലെ ഗോൾഡ് ലോൺ, റീറ്റെയിൽ ഫിനാൻസ് മേഖലകളിൽ മുത്തൂറ്റ് മിനിയുടെ പ്രകടനത്തിനും ഉത്തരവാദിത്തമുള്ള വളർച്ചയ്ക്കും സ്ഥിരതയുള്ള നേതൃത്വത്തിനുമുള്ള അംഗീകാരമാണ് ഈ ബഹുമതി. പുരസ്കാരം ലഭിച്ചതിലേറെ അഭിമാനിക്കുന്നതായി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു. ഇത് തങ്ങളുടെ പ്രകടനത്തിനുള്ള അംഗീകാരം മാത്രമല്ല, മറിച്ച് വിശ്വാസം, ലക്ഷ്യം, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊണ്ട് നൂറ്റാണ്ടുകളായി തുടരുന്ന യാത്രയുടെ പ്രതിഫലനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. 6,000 strong and we have a small team here as well. So I think this is a shout out to all the people who have been dedicatingly working for us, and hopefully this is the first of the awards for the many to come in future as well. So thank you Dhanam, and thank you to the jury as well for considering us. Thank you so very much.